സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ ഉയർത്തിയ ചോദ്യം ഇതാണ്: നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കാൻ എത്ര ദൂരം വരെ പോകുമെന്ന്. ഈ ചോദ്യം കേൾക്കുമ്പം ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുടെയൊക്കെ മനസ്സിലേക്ക് ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രമായിരിക്കാം ഓടിയെത്തുക. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു കുടുംബനാഥൻ. അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, അധികാരവുമില്ല. പക്ഷേ അദ്ദേഹത്തിൽ ഒന്നുണ്ടായിരുന്നു: കുടുംബത്തോടുള്ള അഗാധമായ ഒരു സ്നേഹം. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്ന ഒരു കഥാപാത്രം. അങ്ങനെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന വ്യക്തികൾ ധാരാളമാണ്. ഒരുപക്ഷെ അത് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ആവശ്യമാണ്. അവരുടെ ഉയർച്ച താഴ്ചകളിലൊക്കെ കൂടെ ഉണ്ടാവണം. അവരെ നമ്മൾ അംഗീകരിക്കണം, കുറവുകളോടുകൂടെ തന്നെ അംഗീകരിക്കണം, ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നാം ചെയ്യണം എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുക, ആഴമേറിയ ആ ഒരു സ്നേഹം വന്നു കഴിയുമ്പം പിന്നെ ഒരു അന്ധതയിലേക്ക് നീങ്ങിക്കൊണ്ട്, എല്ലാം മറച്ചു വെച്ചുകൊണ്ടും ഏത് വഴി സ്വീകരിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ശരിയാണോ? ചോദ്യം ഒരു ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ സംരക്ഷിച്ചില്ല എങ്കിൽ മനസ്സിന് ഭയങ്കര ഭാരമാണ്. അങ്ങനെ സംരക്ഷിച്ചെങ്കിൽ അത് വേണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും മനസ്സിലൂടെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇതാണ് ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കുന്ന വേദന. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം അത് സുന്ദരമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ധാരാളം വ്യക്തികളെ ദൈവം നമുക്ക് നൽകി. അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കാം. എന്നാൽ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്ധമായ സ്നേഹത്തിലേക്ക് വന്നുകൊണ്ട് പിന്നെ അതിനെ മറയാക്കിക്കൊണ്ട് പല ക്രൈമുകളും ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം ജീവിതത്തിൻ്റെ സമാധാനം എന്നേക്കുമായി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് കുടുംബത്തെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനുള്ള തത്രപ്പാട്, അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരരുത് എന്നുള്ള വലിയൊരു ആഗ്രഹം. എന്നാൽ മറുവശത്ത് ജീവിതത്തിൻ്റെ യാത്രയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയപ്പോൾ കൂടെ നിന്നവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതുപോലെ ജീവിക്കുന്ന വ്യക്തികളെ അവരുടെ വേദന മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ തകർന്നടിഞ്ഞ് വലിയ ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോയിട്ട് പോലും അത് മനസ്സിലാക്കാൻ ഒന്നും സാധിച്ചില്ല. എൻ്റെ കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന മാത്രം ചിന്താഗതിയിലേക്ക് ജീവിതം ഇങ്ങനെ ചുരുങ്ങിക്കൂടുമ്പം വലിയ ദുഃഖമാ, വേദനയാ. നമുക്കറിയാം, 65-70 കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ 35, 38, 40 കിലോ ഭാരമുള്ള ഒരു വസ്തു, ഒരു കല്ല് ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്ന് വിചാരിക്കുക. അവനിങ്ങനെ ഈ കല്ല് ചുമന്നുകൊണ്ട് നടക്കുക, ചുമക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ
ചുമന്നാലേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം. അങ്ങനെയൊന്ന് സങ്കല്പിക്കുക. കുറച്ചു നേരം ചുമന്നു കഴിഞ്ഞപ്പം മടുത്ത് ആ കല്ല് താഴെയിട്ടു. പക്ഷേ ആ കല്ല് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആരോ ആ കല്ല് വീണ്ടും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ആ കല്ലും ചുമന്നുകൊണ്ട് ഇങ്ങനെ യാത്ര ആരംഭിക്കുക. രാത്രിയില്ലാതെ പകലില്ലാതെ. മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടാ. ശാരീരികമായ ക്ലേശങ്ങൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഒരു സ്വസ്ഥതയില്ല, ശാരീരികമായ അസ്വസ്ഥതയാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില ഭാരങ്ങളുണ്ട്, ചില നൊമ്പരങ്ങളുണ്ട്. അത് ഈ കല്ല് ചുമക്കുന്ന പോലുള്ള ഒരു നൊമ്പരം. സദാസമയവും ഈ കല്ല് ചുമക്കുന്നതിന് തുല്യമായി കിട്ടുന്ന ഒരു നൊമ്പരം. അത് മനസ്സിൻ്റെ നൊമ്പരമാണ്, മനസ്സിൻ്റെ ഭാരമാണ്, മനസ്സിൽ അടിഞ്ഞുകൂടിയ ചില ചിന്താഗതികളാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചില ഭാരങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധ്യമല്ല. പറയാത്ത സത്യങ്ങൾ, മറച്ചുവെച്ച ചില കാര്യങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത ചില ജീവിത സാഹചര്യങ്ങൾ, ഒരിക്കൽ പോലും ഒരു കോംപ്രമൈസിന് തയ്യാറാവാത്ത ജീവിതം, ഇവയൊക്കെ നൽകുന്നത് വലിയ ഭാരമാണ്, വലിയ ദുഃഖമാണ് ജീവിതത്തിന് നൽകുന്നത്. ഈ കല്ല് ചുമന്ന് നടക്കുന്ന അതേ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇതുപോലുള്ള ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ മനസ്സിൽ അനുഭവിക്കുന്ന വേദന, മെൻ്റൽ അഗനി. ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ആ വ്യക്തികൾ ചിരിക്കുന്നുണ്ടാവാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വലിയൊരു ഭാരവും പേറിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ചില സത്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് ജീവിതത്തിൽ സ്വസ്ഥത തരില്ല പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ സ്വസ്ഥത മാത്രമല്ല, നമ്മളോട് അടുത്ത് ഇടപഴകുന്ന വ്യക്തികളുടെയും മറ്റുള്ളവരുടെയും സമാധാനവും സ്വസ്ഥതയും കെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം കുടുംബത്തിനോട് ആഴമായൊരടുപ്പം, സ്നേഹമുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ മൂലമാണ് ഇതൊക്കെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അത് ഒരു വശം മാത്രം. ഇതെല്ലാം സാങ്കല്പികമായ കഥകളും കാര്യങ്ങളും ഒക്കെയാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. പ്രിയപ്പെട്ട മകളുടെ കല്യാണ ദിവസം പോലും വലിയ ദുഃഖമാ, വേദനയാ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പുകൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ്. അവസാനം അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: മടുത്തു ജീവിതത്തിൽ. ഇനിയും എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് അപാകതകൾ വന്നെങ്കിൽ കുറച്ചു നാളത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. പഴയതുപോലെയൊക്കെ ഇനിയും ചെയ്യുവാനായിട്ട് എനിക്ക് പറ്റുമോ എന്ന് തോന്നുന്നില്ല. എപ്പോഴും മനക്ലേശം മാത്രമാണ്, സമാധാനമാണ് എനിക്ക് വേണ്ടത്. ആ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ ഇങ്ങനെ പറയുന്ന ഒരു രീതി, ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആ ഭാരങ്ങളില്ലേ, ആ ദുഃഖങ്ങളില്ലേ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി സങ്കീർത്തനത്തിൽ ദാവീദ് മഹാരാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു എന്ന്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്നാണ് ദാവീദ് മഹാരാജാവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെങ്കിൽ ധൈര്യം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തനായ മനുഷ്യനാണെങ്കിലും മനസാക്ഷിയുടെ സ്വരത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ അവനൊരിക്കലും സാധ്യമല്ല. എന്താണ് യഥാർത്ഥ ധൈര്യം? ധൈര്യം എന്നത് ശക്തമായി സംസാരിക്കുന്നതല്ല,
അതോടൊപ്പം തന്നെ ഏതു വഴികളും സ്വീകരിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തി ജീവിക്കുന്നതല്ല ധൈര്യമെന്ന് പറയുന്നത്. ചിലപ്പോൾ ധൈര്യമെന്ന് പറയുന്നത് തുറന്ന് സമ്മതിക്കുന്നതാണ്, തെറ്റുകൾ ഏറ്റുപറയുന്നതാണ്, ക്ഷമ ചോദിക്കുന്നതാണ്, ചെയ്ത തെറ്റിൻ്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുവാനായിട്ട് തയ്യാറാകുന്നതാണ് ചിലപ്പോൾ ധൈര്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സമാധാനവും സന്തോഷവും ആഗ്രഹിക്കാത്ത ആരും നമ്മുടെ ഇടയിലില്ല. ചിലരൊക്കെ പറയും, അച്ചോ ജീവിച്ചു ജീവിച്ചു മടുത്തു, ഇനി അങ്ങനെ ജീവിക്കണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. ആത്മഹത്യയെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പേടിയായി ചെയ്യാൻ. പ്രത്യേകിച്ച് നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം, സ്വർഗം കിട്ടുമോ എന്നുള്ള ചിന്തയൊക്കെ വന്നു കഴിയുമ്പം ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടൊരു തീരുമാനമെടുത്തു, ഇനി തട്ടിമുട്ടിയൊക്കെ ഈ ശിഷ്ടകാലം മുമ്പോട്ട് പോകണം. അങ്ങനെ വലിയ വേദനയോടെ പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് ആഴമായ സ്നേഹം നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. എന്നാൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ, അത് സ്വീകരിക്കാൻ അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പലതരത്തിലുള്ള ക്രൈമിലൂടെ നമുക്ക് മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകേണ്ടി വരും. അവിടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ഇല്ലാതാകുന്നു. എപ്പോഴും അസ്വസ്ഥതയാ, ആ ഭീതിയുടെ നിഴലിൽ ജീവിക്കേണ്ട ഒരവസ്ഥയാ സംജാതമാകുന്നത്. ആ അവസ്ഥ മാറട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാം. പത്രോസ് തെറ്റ് ചെയ്യാതിരുന്നതല്ല അവനെ മഹത്വത്തിലേക്ക് നയിച്ചത്, മറിച്ച് ചെയ്ത തെറ്റ് അത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞപ്പോഴാണ് അവന് മഹത്വമുണ്ടായത്. ഞാനും നിങ്ങളൊക്കെ കുറവുകളുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. ചെയ്ത തെറ്റുകൾ അത് അംഗീകരിക്കുക, അത് ഏറ്റുപറയുക, അതാണ് നമ്മളെയൊക്കെ മഹത്വത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുവാനും തിരിച്ചു വരുവാനുമായിട്ടൊക്കെ സാധിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അഭിമാനിക്കാൻ പ്രിയപ്പെട്ടവരെ. ക്രിസ്ത്യാനികളെന്ന നിലയിൽ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ എന്ന രീതിയിൽ നമുക്ക് അത് പറയാൻ, പറയാനുള്ള വലിയൊരു അവസരമാണ് നമുക്ക് കുമ്പസാരക്കൂട്ടിൽ ലഭിക്കുന്നത്. കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പം, അല്ലെങ്കിൽ അതിന് പോകുന്നതിന് മുൻപ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങളൊക്കെ. സ്വയം ന്യായീകരിക്കാതെ ചെയ്ത കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒന്ന് അത് തുറന്നു പറഞ്ഞു കഴിയുമ്പം പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുന്ന വൈദികനിലൂടെ ഈശോ നിങ്ങളോട് സംസാരിക്കുക. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്? പിന്നെ അവിടെ ഒരു കുറ്റപ്പെടുത്തലൊന്നുമില്ല, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സഹതാപത്തോടെ, വേദനയോടെ നിങ്ങളെ അത് കേട്ട് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യം മറച്ചു വെക്കാതെ ചെയ്തതെല്ലാം നമുക്കൊന്ന് ഏറ്റുപറയാനുള്ള ഒരു വേദിയാണ്, വിശുദ്ധമായ ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. ഇനി ജീവിതത്തിൽ ചില വേദനകളൊക്കെ ഉണ്ട്. അത് പലപ്പോഴും ആരോടും പറയുവാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തൊട്ട് ആർക്കും അത് മനസ്സിലാക്കാനും സാധിക്കത്തില്ല. എനിക്ക് ഒരു സഹോദരിയെ അടുത്ത് പരിചയമുണ്ട്. ആ സഹോദരി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയുണ്ട്. പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഈ പ്രസംഗമൊക്കെ പറയുമ്പം ഇത് എക്സാമ്പിളായിട്ട് ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞില്ല അച്ചോ, അത് പേരൊന്നും വെളിപ്പെടുത്താതെ അച്ഛൻ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഒരു ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ, ചില സംഭവങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കുക. ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ചിലതൊക്കെ തുറന്നു പറയാതെ ഇങ്ങനെ പിടിച്ചും വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു കഴിയുമ്പം അത് മാറ്റങ്ങളുണ്ടാവും, വലിയൊരു സമാധാനത്തിലേക്ക് നയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്.
ഈ സഹോദരി നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചു, ഒരു മകനുണ്ടായി. ഇനി ഈ വിവാഹം കഴിപ്പിച്ചു വിടാനായിട്ട് കുടുംബത്തിലുള്ളവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഈ കുടുംബ പാരമ്പര്യം, അതായത് ഇവരുടെ കുടുംബത്തിനെ പോലെ കുടുംബ പാരമ്പര്യം ഒന്നും ഉള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായി ആധ്യാത്മികമായിട്ടൊക്കെ ഉള്ള ഒരു കുടുംബമല്ലായിരുന്നു. ഒരു സ്നേഹത്തോടെ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. ഒരു മകനുണ്ടായി. പിന്നീട് ഈ ജീവിത പങ്കാളി ഇവക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. രോഗം മൂലം ആശുപത്രിയിലായി. അങ്ങനെ പതുക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ഈ സഹോദരി വിവാഹം കഴിച്ചത്. മകനെ അന്നത്തെ കാലത്ത് ഒരു ബാലഭവനിൽ കൊണ്ടാക്കി. അങ്ങനെ ഏകദേശം 2-3 വർഷങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പം കുടുംബക്കാരൊക്കെ ഈ സഹോദരിയുടെ വേദനയൊക്കെ കണ്ട് ഈ സഹോദരിയോട് പറഞ്ഞു, നീ ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചു. അങ്ങനെ ഈ മകള് ഈ ബാലഭവനിലേക്ക് താൻ കൊണ്ടാക്കിയ മകനെ ഒരിക്കൽ കൂടെ കാണാൻ വരികയാണ്. അങ്ങനെ വന്ന് ആ മകനോട് ചെറുതായിട്ടിങ്ങനെ പറയുക, മോനെ, ഇനി അമ്മ വന്നില്ലെങ്കിലും അമ്മേനെക്കുറിച്ച് ഓർത്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. മകനിവിടെ സംരക്ഷണമുണ്ട്. മകനെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ വൈദ്യരൊക്കെ നോക്കിക്കൊള്ളൂ എന്നിങ്ങനെയൊക്കെ പറയുന്നൊരു കാര്യം ആ മകൻ്റെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. കാരണം എന്താ, ഈ മകനെ എനിക്കിപ്പോഴും നന്നായിട്ട് അറിയാം. അവൻ ആ വേദനകളെല്ലാം അവൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതിനോട് പറയാറുണ്ട്. അതെന്തു ആയിക്കൊള്ളട്ടെ, ആ ഒരു 3-ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഈ മകനെ ഉപേക്ഷിച്ച് ഈ അമ്മ പോവുകയാണ് ചെയ്തത്. പിന്നീട് നല്ലൊരു ആലോചനയൊക്കെ വന്നു. പക്ഷേ ആ ആലോചനയുടെ സമയത്ത് ഇവളോ ഇവളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോ ഇവൾ വിവാഹിതയായിരുന്നോ അല്ല എങ്കിൽ ഒരു മകനോ ഉണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരുള്ള സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറി. അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളിലൂടെയൊക്കെ അവർക്ക് പോകുവാനായിട്ട് സാധിച്ചത്. പക്ഷേ വിവാഹമെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഈ സഹോദരിക്ക് ഭയങ്കര വിഷമമാണ്, വേദനയാണ്. സാമ്പത്തികമായ നല്ല ചുറ്റുപാടുണ്ട്, 3 മക്കളുണ്ടായി. പക്ഷേ ഈ സഹോദരിക്ക് ഭയങ്കര വിഷമവും വേദനയും നിരാശയൊക്കെയാണ്. എപ്പോഴും ഇങ്ങനെ തളർന്നിരിക്കും. ജീവിത പങ്കാളി ഈ ഹസ്ബൻഡ് നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവളെ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പതുക്കെ അവള് ആ വേദന പറയുക, അതായത് താൻ ഉപേക്ഷിച്ച ഒരു മകനുണ്ടല്ലോ, ആ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്മയുടെ വേദന അത് ഭയങ്കരമാണ്. ഇനി ഈ ജീവിത പങ്കാളിയോട് തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 മക്കളുണ്ട്. പിന്നെ ആകെ കുടുംബം വഴിയാധാരാവും. എന്തു ചെയ്യും? ആകെ ഒരു ഭയങ്കര വിഷമമാണ്. ആ മകനെ കാണണമെന്ന ആഗ്രഹം, ആ മകന് ഈ അമ്മയെ കാണണമെന്ന ആഗ്രഹം. അവനിനി എങ്ങനെയാ ജീവിക്കുന്നത്? അവൻ്റെ നില എന്താണ്? ഒന്നും അറിയാൻ ഒരു മാർഗവും ഇല്ല. കാരണം രണ്ടും 2 ദൂരങ്ങളിലാണ്. ഇനി ഓടിയെത്താനും പറ്റില്ല, എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് ആകെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ സഹോദരി നല്ലൊരു ധ്യാനമൊക്കെ കൂടി അതിനുശേഷം മനസ്സൊക്കെ ഒന്ന് ഒരുക്കി. ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയും നല്ലൊരു ധ്യാനമൊക്കെ കൂടി അതിനുശേഷം ഒരു മനഃശാസ്ത്രമൊക്കെ പഠിച്ച് എന്നാൽ ആത്മീയതയിൽ നിലനിൽക്കുന്ന ഒരു വൈദികൻ്റെ അടുക്കലെത്തി. ഇവരെ 2 പേരെയും കണ്ട് സംസാരിച്ചു. അവസാനം ഇവരെ 2 പേരെയും മാനസികമായി ഒരുക്കി. അങ്ങനെ ഈ സഹോദരി തൻ്റെ ജീവിതത്തിലെ വേദന പതുക്കെ ജീവിത പങ്കാളിയോട് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറായി. ഇതാണ് എൻ്റെ അവസ്ഥ, എന്നോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കുവാൻ മറക്കരുതേ. ഈ കാര്യം ഞാൻ പറയുമ്പോൾ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇത്രമാത്രം വിവേകത്തോടെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കാര്യം അവർ ചെയ്തത്. പക്ഷെ അത്ഭുതം സംഭവിച്ചു. ആ സഹോദരൻ പറഞ്ഞു, എനിക്കത് സ്വീകരിക്കാനായിട്ട് പറ്റും. കാരണം എന്താ? ജീവിത സാഹചര്യങ്ങളാണ് ഈ സഹോദരിയെ ഇത്രമാത്രം ആക്കി തീർത്തത്. ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയൊരു മനസ്സ്. എന്നാൽ ഇത്രയൊക്കെ എത്തിയപ്പോഴേക്കും ഈ സഹോദരിയുടെ ആദ്യത്തെ മകൻ പഠിച്ച് നല്ല ഒരു നിലയിലേക്ക് എത്തിയിരുന്നു. അവസാനം ഇവരെ 2 പേരും കൂടെ ആ മകനെ സന്ദർശിക്കുക. ആ മകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് വലിയ സന്തോഷമായി.
അമ്മ അന്ന് എന്നെ ഇങ്ങനെ ഇനി കാണാൻ വരില്ല എന്ന് പറയുന്നത്, ആ വൈദികനോട് പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിച്ചു. ഇനി അമ്മയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഡയറിയിൽ പതുക്കെ കുറിച്ചു വെച്ചായിരുന്നു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എന്തെങ്കിലും എൻ്റെ അമ്മേനെ കണ്ടുമുട്ടണം, കാണണമെന്ന്. എനിക്ക് കാണാൻ സാധിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ മകൻ, ആ മൂത്ത മകൻ, ഈ സഹോദരിയുടെ ആദ്യത്തെ മകൻ ഈ കുടുംബത്തിന് വലിയ താങ്ങായി തണലായി മാറിക്കൊണ്ടിരിക്കുക. ഈ സഹോദരിയുടെ 3 മക്കളെയും പഠിപ്പിക്കാനും അവരെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കാനും അതിനുള്ള റെക്കമെൻഡേഷനൊക്കെ ചെയ്യാൻ മാത്രം ഈ മകൻ വളർന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിവേകത്തോടെ ഒരു കാര്യം, പ്രാർത്ഥനയോടെ ഒരു കാര്യം അത് പറഞ്ഞപ്പോൾ, പങ്കുവെച്ചപ്പോൾ അത് സ്വീകരിക്കാൻ മാത്രം ആ ജീവിത പങ്കാളിയുടെ മനസ്സ് ഒരുങ്ങി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില സത്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് സാധിക്കട്ടെ. ഓർക്കുക, പ്രാവിനെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകികളുമായിരിക്കണം. ചില സത്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് തുറന്നു പറഞ്ഞാൽ മനസമാധാനം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ചില വ്യക്തികളോട് നിരുപാധികം ക്ഷമിച്ചാൽ, ക്ഷമിക്കാൻ ഒരു ധൈര്യം വേണം, താഴാൻ ഒരു ധൈര്യം വേണം. ഇന്ന് തന്നെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇന്ന് തന്നെ പോയി ക്ഷമ ചോദിക്കാൻ ഞാൻ പറയില്ല പ്രിയപ്പെട്ടവരെ. അതിനു മുമ്പ് മാനസികമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരു കുടുംബത്തോട് ഭയങ്കര വിഷമമായിരുന്നു, വേദനയായിരുന്നു. എനിക്കത് തുറന്നു പറയുന്നതിന് യാതൊരു വിഷമവുമില്ല. പക്ഷേ എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു കുടുംബമാണ്, എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. പക്ഷേ കണ്ണുനീരോടെ ഞാൻ വർഷങ്ങൾ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയിട്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവരെ വിളിക്കുമ്പോൾ പോലും ഞാൻ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി എന്ന് മാത്രമാണ് ഞാൻ അവരെ അഭിസംബോധന ചെയ്തത്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും, അവരുടെ കുടുംബജീവിതത്തിന് അത് ബുദ്ധിമുട്ടായിട്ട് മാറും എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അവസാനം പ്രാർത്ഥനയോടെ കാത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പം അവർ കണ്ണുനീരോടുകൂടി എൻ്റെ അടുക്കൽ വന്നു. അച്ഛാ, ക്ഷമിക്കണമെന്ന് പറയാൻ പോലും ഞങ്ങൾ യോഗ്യരല്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. കാത്തിരിക്കുക, ദൈവം ഇടപെടുമെന്നുള്ളത് ഉറപ്പാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം സൂക്ഷിക്കുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ചില സത്യങ്ങൾ ചില സമയത്ത് തുറന്നു പറയാനായിട്ട് പറ്റില്ല, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാൻ പറ്റും, ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പില്ലാതെ ജീവിക്കുവാൻ സാധിക്കും. പിന്നെ കാത്തിരിക്കുക ക്ഷമയോടുകൂടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാത്തിരുന്ന് കഴിയുമ്പം ആരൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, എത്രമാത്രം നമ്മളെ വെറുത്തിട്ടുണ്ടോ, എത്രമാത്രം അകന്നു പോയിട്ടുണ്ടോ, അതിൻ്റെ 100 ഇരട്ടി വേഗതയോടെ തിരിച്ചു വന്ന് നമ്മളെ സ്നേഹിക്കും, നമ്മളെ മനസ്സിലാക്കും, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതാണ് അത്ഭുതം. ഇത് സംഭവിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, മറച്ചു വെച്ച ചില സത്യങ്ങൾ, പറയാൻ പറ്റാത്ത ചില സത്യങ്ങൾ, അതിന് പേരിൽ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും നാഥാ ഏറ്റെടുക്കണമേ. സന്തോഷത്തോടെ ജീവിക്കുവാൻ, സാഹചര്യങ്ങളനുസരിച്ച് ജീവിക്കുവാൻ അതിനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ആമേൻ.